എല്ലാവർക്കും നമസ്കാരം. CC SSC RRB ബാങ്ക് എക്സാം ചാനലിന്റെ മറ്റൊരു യൂസ്ഫുൾ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷൈജു. അപ്പോ നമ്മുടെ 2025 എന്ന് പറയുന്ന വർഷം കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ നമ്മുടെ മുമ്പിൽ നിന്നും വിട പറയുകയാണ്. 2025 എന്ന് പറയുന്ന വർഷം നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷങ്ങൾ കിട്ടിയ ഒരു കാലഘട്ടമായിരുന്നു. അതിലേറെ ഒരുപാട് ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരു കാലഘട്ടമായിട്ട് മാറാം. അപ്പൊ എന്നിരുന്നാലും സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ആയിട്ട് 2025 നമ്മളിൽ നിന്നും അവസാനിച്ചുകൊണ്ട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പുതിയൊരു വർഷം 2026 എന്ന് പറയുന്ന ഒരു വർഷം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനിരിക്കുകയാണ്. അപ്പൊ 2026 എന്ന് പറയുന്ന ഒരു വർഷം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മളെല്ലാവരും സാധാരണ കുറെ തീരുമാനങ്ങളൊക്കെ എടുക്കാറുണ്ടല്ലേ. കുറെ തീരുമാനങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ തറക്കല്ലിടാറുണ്ട്. പലപ്പോഴും തറക്കല്ലിട്ട് ഒന്നോ രണ്ടോ പടി കെട്ടിയിട്ട് മറ്റെന്തെങ്കിലും കാര്യത്തിന്റെ തിരക്കിൽ നമ്മൾ അത് ഉപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ള ദൗത്യത്തിലേക്ക് നമ്മൾ പോകാറുമുണ്ട്. ഇത് ശരിയാണ്. സാധാരണ PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർ ആദ്യം പറഞ്ഞത്, സാറേ ഞങ്ങൾ ജനുവരി 1-ാം തീയതി മുതൽ തുടങ്ങാൻ പോവാ കേട്ടോ. ജനുവരി 1-ാം തീയതി മുതൽ വളരെ ആത്മാർത്ഥമായിട്ട് തുടങ്ങാൻ പോവാ. ഇനി ഒരു മാറ്റമില്ല. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ജീവിത സാഹചര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും ഞാൻ എന്തായാലും ജനുവരി 1 മുതൽ തുടങ്ങി അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ പോവാണ് എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അവർ ജനുവരിയിൽ തുടങ്ങി ജനുവരി 31 മുമ്പേ അവസാനിപ്പിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകാറുള്ളത്. അത് ഒരു യാഥാർത്ഥ്യതയാണ്. അപ്പോ നമ്മുടെ മുമ്പിലേക്ക് 2025 അവസാനിച്ചു പോകുമ്പോൾ ഒരു മത്സര പരീക്ഷ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് RRB റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നമുക്ക് ഒരുപാട് അവസരങ്ങൾ തന്നിട്ടുണ്ടായിരുന്നല്ലേ. ഈ പരീക്ഷയ്ക്ക് ഇത്രയും ഒഴിവുകളുണ്ട്, നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കൂ, ആ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിച്ചുകൊണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമാകൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഒഴിവുകൾ ഗ്രൂപ്പ് ഡിയിൽ തുടങ്ങി ലോക്കോ പൈലറ്റിന്റെയും NTPCയും സെക്ഷൻ കൺട്രോളറും ജൂനിയർ എഞ്ചിനീയറും ഉൾപ്പെടെയുള്ള ഒരുപാട് ഒഴിവുകളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു 2025. 2024 നമ്മുടെ മുമ്പിൽ വന്ന പ്രധാനപ്പെട്ട പരീക്ഷകളാണ് നമ്മൾ 2025 എഴുതി മാറിയത്. സോ 2025 നമ്മൾ ഗ്രൂപ്പ് ഡി പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അതിനിടയിലാണ് 2025 പുതിയ നോട്ടിഫിക്കേഷൻ അവര് പുറപ്പെടുവിച്ചത്. അപ്പോൾ 2025 നിങ്ങളുടെ മുമ്പിലേക്ക് പുതിയ ഒരു ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ കൂടി നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് അല്ലെ. നിങ്ങൾ ഓരോരുത്തരും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്ലൈ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. 10ാം ക്ലാസ് അടിസ്ഥാന യോഗ്യതയുള്ള നിങ്ങളുടെ മുമ്പിലേക്ക് പുതിയൊരു സുവർണ ഒരു അവസരം കൂടിയാണ് റെയിൽവേ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. അപ്പൊ RRB ഇത്തരം അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുമ്പോൾ പോലും നിങ്ങൾ അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ പലപ്പോഴും നമ്മൾ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പലപ്പോഴും മുമ്പോട്ട് പോകാറില്ല എന്നുള്ളതാണ് വസ്തുത. നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ ഗ്രൂപ്പ് ഡി പരീക്ഷ എഴുതി മാറിയ ഒരുപാട് പേരുണ്ട്. എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന ഒരുപാട് പേര് കഴിഞ്ഞ ഗ്രൂപ്പ് ഡി പരീക്ഷകൾ എഴുതി മാറിയ ആൾക്കാരാണ്. അങ്ങനെ കഴിഞ്ഞ ഗ്രൂപ്പ് ഡി പരീക്ഷകൾ എഴുതി മാറിയ ഉദ്യോഗാർത്ഥികൾ സ്വാഭാവികമായിട്ടും അവര് അവിടെ നിന്നും കുറെ അധികം പാഠങ്ങൾ പഠിച്ചവരാണ് അല്ലെ. നിങ്ങളുടെ മാർക്ക് എത്ര തന്നെ ആയിക്കോട്ടെ, പക്ഷെ നമുക്ക് അവിടുന്ന് ഒരു ഐഡിയ കിട്ടിയില്ലേ എന്താണ് ഗ്രൂപ്പ് ഡി പരീക്ഷ, എങ്ങനെയാണ് ഗ്രൂപ്പ് ഡി പരീക്ഷയിലെ ചോദ്യങ്ങൾ വരുന്നത്, ഏതൊക്കെ മേഖലകൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത്, PSCയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതേ രീതിയിലുള്ള ഒരു പരീക്ഷയാണോ RRB. ഇത്തരം ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകിക്കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ഗ്രൂപ്പ് ഡി പരീക്ഷ എഴുതി മാറിയത് അല്ലെ. അപ്പോൾ അടുത്ത 2026 എഴുതാൻ പോകുന്ന ഗ്രൂപ്പ് ഡി പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ 2026 നടക്കാൻ പോകുന്ന ഗ്രൂപ്പ് ഡി പരീക്ഷ ഏകദേശം ആ വർഷത്തിന്റെ ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടു കൂടിയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. എങ്ങനെ പോയാലും നമുക്കൊരു 6-7 മാസം പഠിക്കാൻ കിട്ടും. സോ 6-7 മാസത്തെ പ്രിപ്പറേഷൻ ആണ് നമ്മൾ അടുത്ത ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇത്തവണ നമ്മുടെ ഈ ഗ്രൂപ്പ് ഡി പരീക്ഷ എഴുതി മാറിയ ഉദ്യോഗാർത്ഥികൾ പറഞ്ഞ ഒരു കാര്യം, റീസണിങ് വളരെ എളുപ്പമായിരുന്നു.
റീസണിങ്ങിലെ 30 മാർക്കും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുമായിരുന്നു. ഒന്നും പഠിക്കാതെ പോയവന് പോലും 22-23 മാർക്ക് റീസണിങ്ങിനകത്ത് സ്കോർ ചെയ്യാൻ സാധിച്ചു. കാരണം അത്രമേൽ എളുപ്പമുള്ള ഒരു റീസണിങ് ചോദ്യപേപ്പറാണ് നമ്മുടെ മുമ്പിൽ വന്നത്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ വന്നത് മാത്സിന്റെ ചോദ്യങ്ങളാണ്. അപ്പോൾ 30 മാർക്കിനകത്ത് റീസണിങ് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമായിരുന്നു റീസണിങ്. പിന്നെ നമ്മുടെ മുമ്പിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാത്സ് ആണ്. ഇവിടെ മക്കളെ, മാത്സിന്റെ ചോദ്യങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഠിച്ചാൽ മാർക്ക് കിട്ടും, പക്ഷെ പഠിക്കണം. റീസണിങ് അങ്ങനെ അല്ലായിരുന്നു. നമ്മള് മാത്സിന്റെ ചോദ്യങ്ങളില് നിങ്ങൾ ഓരോ ടോപ്പിക് എടുത്തു വെച്ച് പഠിക്കുവാണെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ് മാത്സിനകത്ത് വന്നത്. സയൻസ് അതിന് താഴെ വരും. അതായത് വലിയ ഡെപ്തിലുള്ള ചോദ്യങ്ങൾ പലപ്പോഴും പരീക്ഷകളിൽ വന്നു. ഒരു ലിമിറ്റഡ് സമയത്തിനുള്ളിൽ നമുക്ക് അത്രയും പോർഷൻ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഉള്ള കാര്യം ഒരു സംശയമായിരുന്നു. അത്രയും നമുക്ക് എത്തിച്ചേരാൻ പറ്റിയില്ല. GK വിഷയങ്ങൾ അതേപോലെ കറണ്ട് അഫയേഴ്സ് വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ നന്നായിട്ട് പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് പോലും നല്ല രീതിയിൽ അവിടെ പെർഫോം ചെയ്യാൻ സാധിക്കാൻ പറ്റിയില്ല. അതൊരു വസ്തുതയാണ്. ചോദ്യങ്ങളുടെ നിലവാരം, നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് അവിടെ പരീക്ഷയ്ക്ക് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, മാത്സ് റീസണിങ്ങിന് നിങ്ങൾ നല്ലൊരു സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാല് ആ 55 മാർക്കിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു 50 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് കേൾക്കണം. അതായത് മാത്സ് റീസണിങ്ങിന് നിങ്ങൾ നല്ലൊരു സമയം സ്പെൻഡ് ചെയ്തു, എല്ലാ ദിവസവും ഒരു 3 മണിക്കൂർ വെച്ച് പഠിക്കാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞതുപോലെ അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതാണ് മറ്റൊരു പ്രത്യേകത. ഇനി അതിനുശേഷം ജനറൽ സയൻസ് വിഷയങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 75% ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് ചോദിച്ചാല്, എടാ കുഞ്ഞുങ്ങളെ, മാത്സ് റീസണിങ് സയൻസ് ഒരു പിടി വിടാതെ കട്ടയ്ക്ക് അങ്ങ് പഠിച്ചു, ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പരീക്ഷ നമ്മുടെ കയ്യിലിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ മാത്സ് റീസണിങ് സയൻസിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഓരോ ദിവസങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 2026 നടക്കാൻ പോകുന്ന ഗ്രൂപ്പ് ഡി നമ്മുടെ കയ്യിലിരിക്കും. ഈ ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് ചെറിയ മാർക്കിലൊക്കെ കുറവുണ്ടായി പേടിക്കണ്ട. അതൊക്കെ അങ്ങനെയൊക്കെയാ. മത്സര പരീക്ഷകളില് ഒരു പരീക്ഷ എഴുതിയാൽ ഉടനെ വിജയം ഒന്നും വരുത്തില്ല. അങ്ങനെ 1-2 പരീക്ഷകളൊക്കെ പരാജയപ്പെട്ട് അവിടെ നിന്നും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് പിന്നെ അവസാനം വിജയത്തിലേക്ക് എത്തുക. പക്ഷേ നമ്മൾ അവിടുന്ന് കുറെ കാര്യങ്ങൾ പഠിക്കും. ആ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പുതിയ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ അത്തരം പരാജയ കാര്യങ്ങൾ ഇനി പുതിയ പരീക്ഷയ്ക്ക് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. വളരെ ആത്മാർത്ഥമായിട്ട് പഠിക്കുകയും കിട്ടുന്ന സമയം എല്ലാം പഠിക്കുകയും കിട്ടുന്ന സമയം പരമാവധി പഠനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 2026 കട്ടയ്ക്കൊന്നിരിക്കാമെങ്കിൽ 2027 ജോലി കിട്ടും. അതായത് 2026 എന്ന് പറയുന്ന ഒരു വർഷം നിങ്ങൾ പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്റ്റാറ്റസ് ഒക്കെ ഇടുന്ന സമയത്ത് 2027 നിങ്ങൾ സെൽഫി എടുക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് സെൽഫി ഇടാൻ സാധിക്കും. സോ ആ സുന്ദര നിമിഷത്തിന് സ്വപ്നം കണ്ടുകൊണ്ട് മുമ്പോട്ട് പോവുക. നിങ്ങൾ ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമാകുന്ന ആ യൂണിഫോം ഒക്കെ ഇട്ടുകൊണ്ട് ആ ഗ്രൂപ്പ് ഡി വേഷത്തിൽ നിൽക്കുന്ന ആ സുന്ദര നിമിഷത്തിനെ സ്വപ്നം കണ്ടുകൊണ്ട് ഹാപ്പി ന്യൂ ഇയർ എന്ന് സ്റ്റാറ്റസ് ഇടുന്ന നല്ല മനോഹരമായ ഒരു രംഗം മനസ്സിൽ ഓർത്തുകൊണ്ട് വൃത്തിയായിട്ട് പഠിക്കുക. നിങ്ങൾ ഈ പഠിച്ചു മുമ്പോട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടേക്കാം. പക്ഷേ ആ പ്രതിസന്ധികളിലും നിങ്ങൾ തളരാതെ മുമ്പോട്ട് പോയി കഴിഞ്ഞാല് 2027 മുതൽ അങ്ങോട്ടുള്ള വർഷം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് അടിച്ചു പൊളിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും. സോ അതുകൊണ്ട് ഇവിടെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള ഈ റെയിൽവേയുടെ ഭാഗമാകുക എന്നുള്ള നിങ്ങളുടെ സ്വപ്നം 2026 യാഥാർത്ഥ്യമാക്കുവാനുള്ള എല്ലാ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള കാഴ്ചപ്പാടുകളും പ്രവർത്തനങ്ങളും ഇപ്പോൾ തന്നെ എടുത്തുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകണമെന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് 2025 ഗ്രൂപ്പ് ഡി പരീക്ഷ നമ്മളിൽ നിന്നും വിട പറഞ്ഞു കഴിഞ്ഞു.
അങ്ങനെ 2025 ഗ്രൂപ്പ് ഡി പരീക്ഷ കഴിയുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കിയ കുറെ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ മാത്സിനകത്തെ ചോദ്യങ്ങളൊക്കെ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത് എന്നുള്ള കാര്യം ഇന്നത്തെ ക്ലാസ്സിൽ അറിയാൻ പറ്റും. ഒന്നാമത്തെ ചോദ്യം ദാ പിടിച്ചു. ഇതായിരുന്നു ചോദ്യം. ദാണ്ടേ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ചോദ്യം 150% ഓഫ് 0.05% ഓഫ് എക്സ് ഈസ് 75. അങ്ങനെയാണെങ്കിൽ എടാ എക്സിന്റെ വില എത്രടാ പിള്ളേരെ എന്നാണ് ചോദ്യം. കണ്ടോ? അപ്പൊ നമുക്കറിയാം ഓഫ് എന്ന് പറഞ്ഞാൽ ഗുണിക്കുക അല്ലെ? ഓഫ് എന്ന് പറഞ്ഞാൽ ഗുണിക്കുക. ശതമാന സിമ്പൽ ഉണ്ടെങ്കിൽ 10% എന്ന് പറഞ്ഞാൽ 10/100, 3% എന്ന് പറഞ്ഞാൽ 3/100, 7% എന്ന് പറഞ്ഞാൽ 7/100. ഒരു സംഖ്യക്ക് ശതമാന സിമ്പൽ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം 100 കൊണ്ട് ഹരിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ദാവിടി 150% എന്ന് പറയുമ്പോൾ എടാ 150/100, 150/100, 150/100 എന്ന് കാണുമ്പോഴേ നിങ്ങൾ പറയണം സാറേ 150/100 നമുക്ക് വെട്ടിച്ചെറുതാക്കാം, 50 കൊണ്ട് വെട്ടാം. 50 3, 50 3, 150, 50 2 100. അതായത് 150% എന്ന് പറഞ്ഞാൽ 3/2 എന്ന് എഴുതാം. കണ്ടോ? 150% എന്ന് കാണുമ്പോൾ കുറെ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് 3/2 എന്ന് പറയണം. ഇതാണ്ടേ ഓഫിന് പകരം ഗുണനചിഹ്നം കൊടുത്തു. സെറ്റാണേ. 0.05% എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്നു കാണും 0.05% എന്ന് പറഞ്ഞാല് 0.05 ഡിവൈഡഡ് ബൈ 100. ഓഫ് എന്ന് പറഞ്ഞ അർത്ഥം ഗുണിക്കുക. കണ്ടോ? ഓഫ് എന്ന് പറഞ്ഞ അർത്ഥം ഗുണിക്കുക. ഈസ് 75, 75 എന്ന് എഴുതി വെച്ചു. കണ്ടോ? ഇതാണ് ചോദ്യകർത്താവ് പറഞ്ഞത്. 150%-നെ 150/100 എന്ന് എഴുതിക്കോ, അല്ലെങ്കിൽ 3/2 എന്ന് എഴുതിക്കോ. അങ്ങനെ ചെയ്ത് വരുമ്പോൾ 150% കാണുമ്പോൾ 3/2 ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് മനസ്സിൽ വരും. 0.05% എന്ന് പറഞ്ഞാൽ 0.05 ഡിവൈഡഡ് ബൈ 100. ഓഫ് എന്ന് പറഞ്ഞ അർത്ഥം ഗുണിക്കുക ഇൻറ്റു എക്സ്, എക്സ് അതുപോലെ തന്നെ കൊടുക്കുക. ഈസ് 75 എഴുതി വെച്ചു. ഇനി ഇതാണ്ടേ വൃത്തിയായിട്ട് നോക്കിക്കോണേ. ഏതാണ്ടേ മുകളിൽ 2 ദശാംശ സ്ഥാനം ഉണ്ട് അല്ലെ? എടാ കുഞ്ഞുങ്ങളെ, മുകളിൽ 2 ദശാംശ സ്ഥാനം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ 100 കൊണ്ട് ഗുണിച്ചാൽ ആ 2 ദശാംശ സ്ഥാനങ്ങൾ അങ്ങ് പോത്തില്ലേ? അപ്പോൾ മുകളിലെ 2 ദശാംശ സ്ഥാനങ്ങൾ പോകാൻ ഞാൻ മുകളിൽ 100 കൊണ്ട് ഗുണിച്ചപ്പോൾ 0.05 എന്ന് പറയുന്നവൻ എന്തായിട്ട് മാറി? 5 ആയിട്ട് മാറി. മുകളിൽ 100 കൊണ്ട് ഗുണിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും താഴെ നമ്മൾ എന്ത് ചെയ്യണം? 100 കൊണ്ട് ഗുണിക്കണം. മുകളിൽ 100 കൊണ്ട് ഗുണിച്ചപ്പോൾ 0.05 എന്ന് പറയുന്നവൻ 5 ആയിട്ട് മാറി. പകരം താഴെയും 100 കൊണ്ട് ഗുണിച്ചു. ഇനി വെട്ടിക്കൂ. അതാണ്ടേ ശ്രദ്ധിച്ചു കേട്ടോണം. ഇതാണ്ടേ ഇവിടെ നോക്കുന്ന സമയത്ത് ഈ കിടക്കുന്ന 5ഉം ഈ കിടക്കുന്ന 100ഉം കൂടെ ഒറ്റയടിക്ക് 5 കൊണ്ട് വെട്ടാം. 5 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 5 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 5നെ 5 കൊണ്ട് ഹരിച്ചാൽ 1, 100നെ 5 കൊണ്ട് ഹരിച്ചാൽ 20 എന്ന് വരും. കഴിഞ്ഞു. ഇവിടെ മക്കളെ ഈ കിടക്കുന്ന 3ഉം ഈ കിടക്കുന്ന 75ഉം കൂടെ നൈസായിട്ട് വെക്കണം. കാരണം ഈ 3 അപ്പുറത്ത് പോയാലും ഹരണത്തിലേക്കേ പോത്തുള്ളൂ. അപ്പൊ എന്തായാലും സമത്തിന്റെ ഒരു വശത്ത് കിടക്കുന്ന അംശങ്ങളും മറ്റൊരു വശത്ത് കിടക്കുന്ന അംശങ്ങളും തമ്മിൽ പരസ്പരം വെട്ടാം. ഛേദങ്ങളും തമ്മിൽ പരസ്പരം വെട്ടാം എന്നുള്ള ധാരണ ഞാൻ ക്ലാസ്സിൽ വൃത്തിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3ഉം ആ 75ഉം കൂടെ 3 കൊണ്ട് വെട്ടാം. 3 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 3 കൊണ്ട് ഹരിക്കുക. 75നെ 3 കൊണ്ട് ഹരിച്ചാൽ 25. ഇനി ഒന്നുമില്ല വെട്ടാന്. അപ്പൊ ഇനി എല്ലാം കൂടെ ഗുണിച്ചാൽ മതി. ക്രോസ് ആയിട്ട് ഗുണിക്കുക. കാരണം ഇനി ഒന്നും വെട്ടാനില്ല. x × 1 x നോക്കിക്കോണേ. 25ഉം 20ഉം കൂടെ ഗുണിച്ചാൽ എത്ര? എടാ 25നെ 20 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 25നെ 2 കൊണ്ട് ഗുണിച്ചിട്ട് ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. സോ 25നെ 2 കൊണ്ട് ഗുണിച്ച 50, 50ന്റെ കൂടെ ഒരു 0 ഇട്ട് കൊടുത്താൽ എത്രയായി?
500 എന്ന് വരും. ആ 500നെ 2 കൊണ്ട് ഗുണിച്ചാൽ എത്ര? 500നെ 2 കൊണ്ട് ഗുണിച്ചാൽ 1000 എന്ന് വരും. ആ 1000നെ വീണ്ടും 100 കൊണ്ട് ഗുണിച്ചാൽ 1000നെ ഇതാണ് 1000. 1000നെ 100 കൊണ്ട് ഗുണിക്കണം. ഒരു സംഖ്യ 100 കൊണ്ട് ഗുണിക്കാൻ 2 പൂജ്യം ഇട്ട് കൊടുത്താൽ മതി. 1000നെ 100 കൊണ്ട് ഗുണിച്ചാൽ 2 പൂജ്യം അങ്ങോട്ട് ചേർത്ത് എഴുതുക. മൊത്തത്തിൽ നിങ്ങൾക്ക് 5 പൂജ്യം വരും. അതായത് 1,00,000 എന്ന് വരും. ഓപ്ഷൻ എ ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. സോ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ ചോദ്യം പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 2025 നമ്മൾ തുടർച്ചയായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്, ലൈവായിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. 2025 നടന്നുപോയ വിവിധ ഷിഫ്റ്റുകളിലെ കുട്ടികളുടെ മനസ്സിൽ വന്ന ചോദ്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് അത് ക്വസ്റ്റ്യൻ ആയിട്ട് അസൈൻ ചെയ്തുകൊണ്ട് എല്ലാ ഞായറാഴ്ചയും നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. സോ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ചോദ്യമാണിത്. കണ്ടോ, ഇത്തരത്തിലൊരു ചോദ്യം 2025 ഗ്രൂപ്പ് ഡി പരീക്ഷ എഴുതിയപ്പോൾ ഒരു ഷിഫ്റ്റിൽ നിങ്ങൾ കണ്ടു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ താണ്ടേ ഇതായിരുന്നു ചോദ്യം. ബോർഡ് മാസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. സോ ബോർഡ് മാസ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ട വളരെ നല്ല ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് ആ ബോർഡിൽ കാണാൻ സാധിക്കുന്നത്. സോ ബ്രാക്കറ്റിനകത്ത് കുറെ ബ്രാക്കറ്റുകൾ കിടപ്പുണ്ട്. ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും അകത്ത ബ്രാക്കറ്റ് ചെയ്യുക. മക്കളെ, ഏറ്റവും അകത്ത ബ്രാക്കറ്റ് എന്ന് പറഞ്ഞതാണ് 5/4 11/4 കൂടെ കൂട്ടണ. എടാ, ഭിന്നസംഖ്യകളുടെ ഛേദം സെയിം ആണെങ്കിൽ അംശങ്ങൾ പരസ്പരം കൂട്ടിയാൽ മതി എന്നുള്ള കാര്യം അറിയാം. അങ്ങനെയാണെങ്കിൽ 11 5 കൂടെ കൂട്ടിയാൽ മക്കളെ 16 16/4 എന്ന് വരും. 16നെ 4 കൊണ്ട് ഹരിച്ചാല് 4 5/4 11/4 കൂടെ കൂട്ടിയാൽ 16/4 16/4 എന്ന് പറഞ്ഞാൽ 4 4 4 ആണേ. 38 4 കുറച്ചാൽ എത്ര? 38 4 കുറച്ചാല് 38 4 കുറച്ചാ 34. കേട്ടോ, 38 4 കുറച്ചാ 34. 75 34 കൂടെ കൂട്ടി എത്ര? 75 34 കൂടെ കൂട്ടിയാൽ 5 4 9 7 3 10 109. 142 109 കുറയ്ക്ക്. 142 109 കുറച്ച് കഴിഞ്ഞാൽ 12 9 കുറച്ചാൽ 3 33 എന്ന് വരും. കാരണം 1 1 കുറച്ചാൽ 0. അപ്പൊ ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 33 കിട്ടി. ആണ്ടേ, ആ 264 33 കുറയ്ക്ക്. 264 33 കുറച്ചാല് 4 3 കുറച്ച 1. ഉത്തരത്തിന്റെ അവസാനത്തെ അക്കം 1 ആണ്. അവസാനത്തെ അക്കം 1 ആയിട്ട് വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ള ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ബോർഡ് മാസ് റൂളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷകളിൽ വരുന്നുണ്ട്. കണ്ടോ, ഒന്നിൽ അവസാനിച്ച ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. പിന്നെ താഴോട്ട് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഉത്തരം ഓപ്ഷൻ എ ആയിരുന്നു റൈറ്റ് ആൻസർ. ഇങ്ങനെ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് നിങ്ങൾ കണ്ടു. അടുത്ത ചോദ്യം നാട്ടെ. ഇഫ് എ 4011, എയുടെ വില 4011 ആണ്. ബിയുടെ വില 3989 ആണ്. കണ്ടുപിടിക്കേണ്ടത് എ ബിയുടെ വില എത്ര, എ ബിയുടെ വില എത്ര എന്നാണ് ചോദ്യം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ എയുടെ വില 4011, ബിയുടെ വില 3989. കണ്ടുപിടിക്കേണ്ടത് എ ബി എത്ര എന്നാണ് ചോദ്യം. എ ബി എന്ന് പറഞ്ഞാല് ഇവന്മാരെ രണ്ടുപേരെയും കൂടെ ഗുണിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് 4011 3989 കൂടെ ഗുണിച്ച് കിട്ടുന്ന ഉത്തരം എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത് കാണുമ്പോഴേ അറിയാം 4011 3989 കൂടെ ഗുണിക്കുക എന്നുള്ളതല്ല ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താണ്? എടാ കുഞ്ഞുങ്ങളെ, 4011 3989 ഏകദേശം 4000-നോട് ചേർന്ന് നിൽക്കുന്ന രണ്ട് സംഖ്യകളല്ലേടാ. 4000-നോട് ചേർന്ന് നിൽക്കുന്ന രണ്ട് സംഖ്യകളാണ്. ഒരാള് 4011 ഒരുത്തൻ 3989. അപ്പൊ സ്വാഭാവികമായിട്ടും 4011 മക്കളെ 4011 4000 + 11 എന്ന് എഴുതാം. ഓക്കെ ആണോടാ? ആണ്. 3989 4000 താണ്ടേ 4000 11 കുറച്ച് കഴിഞ്ഞാല് 4000 11 കുറയ്ക്കുമ്പോൾ നമുക്ക് 3989 കിട്ടും. 4000-ന്റെ കൂടെ 11 കൂട്ടുമ്പോഴാണ് 4011 കിട്ടുന്നത്. ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഒന്നുകൂടെ പറഞ്ഞു തരാം. 4011 4000 + 11 എന്ന് എഴുതി വെച്ചു. 3989 4000 11 കുറയ്ക്കുമ്പോഴാണ് 3989 കിട്ടുന്നതെന്ന് മനസ്സിലായി. താണ്ടേ
എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിലല്ലേ കിടക്കുന്നത്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4000ന്റെ സ്ക്വയർ. 4000ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4ന്റെ സ്ക്വയർ 16. 4000ന്റെ സ്ക്വയർ എടുക്കണം. 4000ന്റെ സ്ക്വയർ ആണ് എടുക്കേണ്ടത്. അതാണ് നോക്കിക്കോണേ. 40ന്റെ സ്ക്വയർ എത്ര? 40ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാല് 4ന്റെ സ്ക്വയർ 16. ഒരു 0 ആണെങ്കിൽ 2 0 മാറും. അത്രേ ഉള്ളൂ. 40ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4ന്റെ സ്ക്വയർ 16. ഒരു 0 ആണെങ്കിൽ 2 0 മാറും. ക്ലിയർ ആയോ? അടുത്തത് അതാണ്ട് ശ്രദ്ധിച്ചോണം. 400ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 400ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? 400 ഇൻറ്റു 400 ആണ്. 400 ഇൻറ്റു 400. അപ്പൊ അതാണ്ടേ 4 16. 2 0 ആണെങ്കിൽ സ്വാഭാവികമായിട്ട് 4 0 മാറും. അപ്പൊ ഒരു 0 ആണെങ്കിൽ 2, 2 0 ആണെങ്കിൽ 4. അതായത് 2 കൊണ്ട് ഗുണിച്ചാൽ മതി. 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അത്രേ ഉള്ളൂ. അതാണ്ടേ അങ്ങനാണെങ്കിൽ ഇതാണ്ടേ 4000ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4000 ഇൻറ്റു 4000 ആണ്. അപ്പൊ 4 16. 3 3 6 0. 1 2 3 4 5 6 0. അങ്ങനാണെങ്കിൽ 4000ത്തിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാല് 6 0. 1 2 3 4 5 6. കണ്ടോ കണ്ടോ കണ്ടോ? അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. എയുടെ വില 4000 ആണ്. മക്കളെ 4000ത്തിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4000ത്തിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4ന്റെ സ്ക്വയർ 16. 3 0 ഉള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും 6 0 വരും അതിന്റെ സ്ക്വയറിലെ. 11ന്റെ സ്ക്വയർ 121. 11ന്റെ സ്ക്വയർ 121. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ബി സ്ക്വയർ മീൻസ് 11ന്റെ സ്ക്വയർ. 11ന്റെ സ്ക്വയർ 121. 11ന്റെ സ്ക്വയർ 121. കണ്ടോ? 16 കഴിഞ്ഞിട്ട് 1 2 3 4 5 6. അതിൽ നിന്നും 121 കുറയ്ക്കണം. കടമെടുക്കുമ്പോ ഇനി അറ്റം വന്ന് കടമെടുക്കണ്ടേ? ഇനി അറ്റം വന്ന് കടമെടുത്ത 6 എന്തായിട്ട് മാറി? 5 മാറി. ഇവന്മാരെല്ലാം 9 9 9 9 9 10 വരും. കറക്റ്റ് അല്ലേ? കടമെടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മാത്സിന്റെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സിൽ പഠിപ്പിച്ചത് എങ്ങനെയാണെന്ന്. എടാ കുഞ്ഞുങ്ങളെ 10 1 കുറച്ച 9. ഉത്തരത്തിന്റെ അവസാനത്തക്ക 9. എല്ലാം 9 പോട്ടെ. 9 2 കുറച്ച 7. ഉത്തരത്തിന്റെ സെക്കൻഡ് ഡിജിറ്റ് 7 7 7 7 എല്ലാം 7 പോട്ടെ. 9 1 കുറച്ച 8 8 7 9 8 7 9. അപ്പൊ ഇതല്ല 9 7 9 വരത്തില്ല. 8 7 9 പോട്ടെ. അടുത്തത് 9 9 8 7 9 9 8 7 9 9 8 അല്ല. എന്നിട്ട് ഇത് തെറ്റാം. 8 8 7 9 വരത്തില്ല. 9 8 7 9 കളെ. അടുത്തത് വീണ്ടും വേണ്ടേ 1 2 1 2 3 4 1 2 3 4 ഡിജിറ്റ് ആയി. അതുകൊണ്ട് ഈ 9 താത്തിറക്കിക്കോ. ഈ 9 താത്തിറക്കി. 99879 99879. ഇതാണ്ട് ഇതും അല്ല. ഇതാണോ 99879 തുടങ്ങുന്ന ആ ഒരു ഓപ്ഷൻ കുത്തിക്കോ. ഉത്തരം ദാപിടച്ചു. അതായത് ഓപ്ഷൻ എ ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് ചെയ്യേണ്ടത്. അതായത് RRB പരീക്ഷ SSC പരീക്ഷകളുടെ പ്രത്യേകത ഓപ്ഷനും കയ്യിൽ വെച്ചുകൊണ്ടുള്ളൊരു കളിയാണ്. വെട്ടി കളയുന്ന ഒരു പരിപാടിയാണ് ഈ SSC RRB പരീക്ഷകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അല്ലാതെ PSC പരീക്ഷകളിൽ നമ്മൾ ചെയ്യുന്നത് പോലെ കൃത്യം ആൻസർ കണ്ടുപിടിച്ചിട്ട് ഓപ്ഷനിലേക്ക് പോകാന്നുള്ളതല്ല. ഓപ്ഷനും അതേപോലെ ചെയ്യുന്ന രീതികളുടെ ഓരോ സ്റ്റെപ്പുകളും ഈ കിടക്കുന്ന ഓപ്ഷനും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ വെട്ടി കളയുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുവാണ്. അതായിരുന്നു അവിടുത്തെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാൽ ദാണ്ട ശ്രദ്ധിച്ചു കേട്ടോളുക. ചോദ്യം ഇതായിരുന്നു: ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റർ ഓഫ് എ സർക്കിൾ ആൻഡ് ദ ലോങ്സ്റ്റ് കോഡ് ഓഫ് ദാറ്റ് സർക്കിൾ ഈസ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇതാണ് ചോദ്യം. കോഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വൃത്തത്തിലെ 2 ബിന്ദുക്കൾ ചേർത്ത് വരയ്ക്കുന്ന വരകളെ പറയുന്ന പേരാണ് കോഡ് അല്ലെങ്കിൽ ഞാൻ. ഒരു വൃത്തത്തിലെ 2 പോയിന്റ്സ് തമ്മിൽ ചേർത്ത് വരയ്ക്കുന്ന വരകളെ പറയുന്ന പേരാണ് കോഡ് അല്ലെങ്കിൽ ഞാൻ എന്ന് പറയും. ഒരു വൃത്തത്തിൽ വരയ്ക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഞാണെന്ന് പറഞ്ഞാൽ വ്യാസമാണ്. ഒരു വൃത്തത്തിൽ വരയ്ക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കോഡ്, ഏറ്റവും വലിയ ഞാണെന്ന് പറഞ്ഞാൽ സെന്ററിൽ കൂടെ പോകുന്ന ലൈൻ, അതായത് വ്യാസം അല്ലെങ്കിൽ ഡയാമീറ്റർ ആണ്. മറന്നു പോകരുത്. അപ്പൊ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. ഒരു വൃത്തത്തിൽ 2 ബിന്ദുക്കൾ ചേർത്ത് വരയ്ക്കുന്ന വരകളെ പറയുന്ന പേര് കോഡ് അല്ലെങ്കിൽ ഞാൻ. ഒരു വൃത്തത്തിനകത്ത് വരയ്ക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കോഡ് എന്ന് പറയുന്നത് വ്യാസം അല്ലെങ്കിൽ ഡയാമീറ്റർ. വൃത്തിയായിട്ട് ഓർത്തിരുന്നോണം. ദാ പിടിച്ചോ. ഇതാണ്ടേ ഒരു വൃത്തം വരയ്ക്കാൻ പറഞ്ഞു. ഞാനൊരു വൃത്തം വരച്ചു. ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ മീൻസ് ലംബം.
ലംബ ദൂരം. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മീൻസ് മലയാളത്തിൽ പറഞ്ഞാൽ ലംബ ദൂരം എന്ന് വരും. മലയാളത്തിൽ പരീക്ഷ എന്ന് ശ്രദ്ധിക്കുക. ഒരു വൃത്തത്തിന്റെ ലംബ ദൂരം, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റർ ഓഫ് എ സർക്കിൾ ആൻഡ് ലോങ്സ്റ്റ് കോഡ് ഓഫ് സർക്കിൾ ഈസ് വ്യാസം അല്ലെങ്കിൽ ഡയാമീറ്റർ. അതായത് ശ്രദ്ധിക്കുക, ഒരു വൃത്തത്തിന്റെ ഡയാമീറ്റർ ആദ്യം അങ്ങ് വരച്ചങ്ങ് വെക്കുക. ഒരു വൃത്തത്തിന്റെ ഡയാമീറ്റർ അല്ലെങ്കിൽ ശ്രദ്ധിച്ചു, ഇതാണ് ഡയാമീറ്റർ, ഇതാണ് ലോങ്സ്റ്റ് കോഡിനെ പറയുന്ന പേരാണ് ഡയാമീറ്റർ. ലോങ്സ്റ്റ് കോഡ് ഓഫ് എ സർക്കിൾ ഈസ് ഡയാമീറ്റർ. ഒരു സർക്കിളിലെ ലോങ്സ്റ്റ് കോഡ്, അതായത് ഡയാമീറ്ററും സെൻട്രൽ പോയിന്റും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അവര് തമ്മിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഒന്നും ഇല്ലല്ലോ. കാരണം ഒരു ലൈനകത്തെ ഒരു ബിന്ദു, ആ വ്യാസത്തിലെ ഒരു ബിന്ദുവാണിത്. സോ ഇവന്മാര് തമ്മില്, അതായത് ആ ലൈനും ആ പോയിന്റും തമ്മില് ഒരു തുള്ളി പോലും അകലമില്ല. സോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 0ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല, മറന്നു പോകരുത്. അപ്പോൾ ലംബ ദൂരം എന്ന് പറയുന്നത് 90 ഡിഗ്രി ലൈൻ. ലംബ ദൂരം എന്ന് പറയുന്നത് 90 ഡിഗ്രി ലൈൻ ആണ്. അപ്പോൾ ഒരു വൃത്തത്തിനകത്ത് വരയ്ക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കോഡ് അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നത് വ്യാസമാണ് അല്ലെങ്കിൽ ഡയാമീറ്റർ ആണെന്ന് ഓർത്തിരിക്കണം. ഇതൊന്നും മറന്നു പോരുത്. അപ്പൊ അവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിരുന്നു, അതായത് 0 എന്നുള്ളതായിരുന്നു ആൻസർ. മറ്റൊരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ട്രിഗണോമെട്രിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ട ഒരു ചോദ്യമാണ് മുമ്പിൽ വന്നിരിക്കുന്നത്. ഈ ചോദ്യം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും, സാറേ ട്രിഗണോമെട്രി ഒക്കെ പഠിക്കണോ? ട്രിഗണോമെട്രി പഠിക്കണം. ട്രിഗണോമെട്രി എന്ന് ചോദ്യങ്ങൾ വരും. ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വരും. എലമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. പരീക്ഷകളിലെ ചോദ്യങ്ങൾ നിറഞ്ഞു നിൽക്കും. നമ്മൾ PSC പരീക്ഷകളിലേക്ക് തയ്യാറെടുക്കുമ്പോൾ കാണുന്ന മാത്സിലെ ടോപ്പിക്കുകൾ മാത്രമല്ല RRB പരീക്ഷകൾക്ക് തയ്യാറെടുക്കും പഠിക്കേണ്ടത്. പക്ഷെ നിങ്ങൾ RRB പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ ഒരേ രീതിയിൽ പഠിച്ചാൽ മതി. അതേ ടോപ്പിക്കുകൾ തന്നെ ലോക്കോ പൈലറ്റിന്റെ എക്സാമിന് ഉപകാരപ്പെടും, NTPCക്ക് ഉപകാരപ്പെടും. അങ്ങനെ കുറെ പരീക്ഷകളൊക്കെ എഴുതി അവസാനം ഒരു സുപ്രഭാതത്തില് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് നമുക്കൊരു അഡ്വൈസ് കിട്ടും. അങ്ങനെയാണ് പഠിക്കേണ്ടത്. അല്ലാതെ നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷ 100% വിജയിക്കും, അല്ലെങ്കിൽ ആ ഒരു പരീക്ഷയോടുകൂടി ഞാൻ എൻ്റെ മത്സര പരീക്ഷ പ്രിപ്പറേഷൻ അവസാനിപ്പിച്ചേക്കാം എന്ന് വിചാരിക്കരുത്. ഒരുപാട് പരീക്ഷകൾ എഴുതണം. കിട്ടുന്ന പരീക്ഷകളെല്ലാം എഴുതണം. കിട്ടുന്ന സമയമെല്ലാം പഠിക്കാൻ വേണ്ടി പ്രയോജനപ്പെടുത്തണം. അങ്ങനെ പഠിച്ചു പരീക്ഷകൾ എഴുതി അവസാനം ജോലി കിട്ടും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ എഴുതുന്ന 1-2 പരീക്ഷ അതിനകത്ത് തന്നെ എനിക്ക് ജോലി കിട്ടണം എന്ന് നിങ്ങൾ വിചാരിച്ചുകൊണ്ട് ഒരു മത്സര പരീക്ഷാ പ്രിപ്പറേഷനിലേക്ക് തയ്യാറെടുക്കരുത്. നിങ്ങളൊരു മത്സര പരീക്ഷാ പ്രിപ്പറേഷനിലേക്ക് തയ്യാറെടുക്കുമ്പോൾ പൂർണ്ണമായിട്ടും മനസ്സും ശരീരവും എല്ലാം തന്നെ അവിടെ നമ്മൾ അങ്ങ് കൊടുക്കുവാണ്. ആ കൊടുത്തതിന് ശേഷം അവിടുന്ന് ഔട്ട്പുട്ട് കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ സ്വതന്ത്രമാകുന്നത്. നമ്മൾ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടി സമൂഹത്തിലെ വലിയ നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങുന്നത് അപ്പോഴാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സും ശരീരവും ഒരു പോയിന്റിലേക്ക് നമ്മൾ ഡൊണേറ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും അവസാനം കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അവിടെ നിന്ന് നമുക്ക് അഡ്വൈസ് ആയിട്ട് മാറുന്നു, അപ്പോയിന്റ്മെന്റ് ഓർഡർ ആയിട്ട് മാറുന്നു. നമ്മൾ അങ്ങനെ ആ ഒരു വലിയ ബാധ്യതയിൽ നിന്നും നമ്മൾ ഒഴിവായി പുതിയ ഒരു യുഗപ്പിറവിയിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ശ്രദ്ധിച്ചു നോക്കിക്കേ, കോസ് തീറ്റ കണ്ടുപിടിക്കുക. കോസ് തീറ്റ തന്നിരിക്കുന്ന ഫിഗർ നോക്കിയിട്ട് നിങ്ങൾ അവിടുന്ന് കോസ് തീറ്റ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ട്രിഗണോമെട്രിക്കകത്ത് നമ്മൾ സൈൻ തീറ്റ പഠിക്കാറുണ്ട്, കോസ് തീറ്റ പഠിക്കാറുണ്ട്, ടാൻ തീറ്റ പഠിക്കാറുണ്ട് അല്ലെ? കൊസിക് തീറ്റ, സെക് തീറ്റ, കോട്ട് തീറ്റ ഇതെല്ലാം പഠിക്കാറുണ്ട്. അപ്പൊ ഇവിടെ ഈ ചോദ്യം ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഇട്ടിരിക്കുന്നത് വളരെ ബേസിക് ആയിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. കോസ് തീറ്റ കണ്ടുപിടിക്കാനാ. കോസ് തീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ ഇക്വേഷൻ എന്താ? സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് വരുന്നു? സൈൻ തീറ്റ എന്ന് പറയുന്നത് എതിർവശം ബൈ കർണം. കോസ് തീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ സമീപവശം ബൈ കർണം.
ടാൻ തീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ എതിർവശം ബൈ സമീപവശം. പിന്നെ അതിന്റെ എല്ലാം റിവേഴ്സ് തിരിച്ചിടുവാണെന്നുണ്ടെങ്കിൽ കൊസീക് തീറ്റ, സീക് തീറ്റ, കോട്ട് തീറ്റ കിട്ടും. അങ്ങനെയാണെങ്കിൽ എടാ കുഞ്ഞുങ്ങളെ കോസ് തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ കോസ് തീറ്റ കണ്ടുപിടിക്കാൻ ചോദിക്കുമ്പോഴേ നമുക്കറിയാം തീറ്റ എവിടെ കിടക്കുന്നത്, തീറ്റ എവിടെയാ കിടക്കുന്നത്, തീറ്റ അവിടെ കിടപ്പുണ്ട്. ആ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡും ഉണ്ട്, അതേപോലെ കർണം അല്ലെങ്കിൽ ഹൈപ്പഡ്ന്യൂസും ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും സൈൻ തീറ്റ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, കാരണം എതിർവശം ബൈ കർണമാണ്. കോസ് തീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ സമീപവശം ബൈ കർണ, സമീപവശം വേണം, അല്ലെങ്കിൽ അഡ്ജസന്റ് സൈഡ് വേണം. പക്ഷെ ഇവിടെ അഡ്ജസന്റ് സൈഡായിട്ടുള്ള ഈ സാധനം തന്നിട്ടില്ല. അപ്പൊ അഡ്ജസന്റ് സൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിക്കണം. കാരണം ബേസ് തന്നിട്ടുണ്ട്, അതേപോലെ ഹൈപ്പഡ്ന്യൂസ് തന്നിട്ടുണ്ട്, പാദവും അതേപോലെ കർണവും തന്നിട്ടുണ്ട്. ലംബം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് പൈതഗോറസ് സിദ്ധാന്തം അനുസരിച്ച് കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ് ഇക്വേഷൻ. കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ് നമ്മുടെ ഇക്വേഷൻ. അവിടുന്ന് നമ്മൾ ആ ഇക്വേഷനൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്തു കഴിഞ്ഞാല് നമുക്ക് കിട്ടും, നമുക്കിവിടെ പാദവും ഉണ്ട്, അതേപോലെ കർണവും ഉണ്ട്, നമുക്ക് വേണ്ട ലംബം. സോ ലംബം കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ അല്ലേ ഇക്വേഷൻ? ലംബം എന്ന് പറഞ്ഞാൽ 13 അല്ലേ? ഇവിടെ മക്കളെ 13ന്റെ സ്ക്വയർ എത്രടാ? 13ന്റെ സ്ക്വയർ 169 അല്ലേ? 13ന്റെ സ്ക്വയർ 169 മൈനസ് ദാണ്ടെ പാദം 12, 12ന്റെ സ്ക്വയർ 144 അല്ലേ? 144 കുറയ്ക്കുമ്പോൾ 25 കിട്ടത്തില്ലേ? കിട്ടി. ആ 25ന്റെ റൂട്ട് എടുക്കണം. റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ ആണ് ലംബം. അപ്പോൾ ലംബം കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ. കർണം 13, 13ന്റെ സ്ക്വയർ 169, പാദം 12, 12ന്റെ സ്ക്വയർ 144 കുറയ്ക്കുമ്പോൾ 25. ആ 25ന്റെ റൂട്ട് എന്ന് പറഞ്ഞാല് 5. അപ്പോൾ നമുക്ക് സമീപവശം കിട്ടി. സമീപവശം 5 ആണെന്ന് മനസ്സിലായി. സോ കോസ് തീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ സമീപവശം ബൈ കർണം. സമീപവശം എന്ന് പറഞ്ഞ 5, സമീപവശം ബൈ കർണം, കർണം 13. ഉത്തരം 5/13. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. സെറ്റ്. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ ട്രിഗണോമെട്രിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കി വെച്ചോണം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ ഒരു ട്രയാങ്കിൾ തന്നിട്ട് അതിന്റെ 2 വശങ്ങളും തന്നിട്ട് ഒന്നുകിൽ സൈൻ തീറ്റ കണ്ടുപിടിക്കാനോ കോസ് തീറ്റ കണ്ടുപിടിക്കാനോ ടാൻ തീറ്റ കണ്ടുപിടിക്കാനോ ഒക്കെ ചോദിക്കാം പരീക്ഷയ്ക്ക്. അപ്പൊ അത്തരത്തിലൊരു ചോദ്യം കൂടി 2025 ഗ്രൂപ്പ് ഡി പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ എഴുതി മാറിയ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതാണ്ട് അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ. ദ ഇൻകം ഓഫ് എ ഈസ് 25% മോർ ദാൻ ദാറ്റ് ഓഫ് ബി. അതായത് എയുടെ വരുമാനം എന്ന് പറയുന്നത് ബിയുടെ വരുമാനത്തിനേക്കാൾ 25% കൂടുതലാണ്. എയുടെ വരുമാനം ബിയുടെ വരുമാനത്തിനേക്കാൾ 25% കൂടുതലാണ്. അടുത്ത സെന്റൻസ് ഇൻകം ഓഫ് സി. സിയുടെ വരുമാനം എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും വരുമാനങ്ങളുടെ തുകയുടെ 65% കുറവാണ്. ശ്രദ്ധിച്ചു വായിച്ചോണം, ചുമ്മാ അങ്ങോട്ട് കയറി താങ്ങരുത്. ആ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് പതുക്കെ ചെയ്താൽ മതി. ഒന്നും കൂടെ പിടി, എന്റെ കൂടെ പിടിച്ചോ. അതാണ്ട് ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം മക്കളെ. എയുടെ വരുമാനം ബിയുടെ വരുമാനത്തിനേക്കാൾ 25% കൂടുതലാണ്. 25% കൂടുതലാണ്. അടുത്ത സെന്റൻസിൽ പറയുന്നത് സിയുടെ വരുമാനം എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും വരുമാനങ്ങളുടെ തുകയുടെ അത് എത്രയാണോ തുക അതിനേക്കാൾ 65% കുറവാണ്. അങ്ങനാണെങ്കിൽ സിയുടെ വരുമാനം എന്ന് പറയുന്നത്
എയുടെ വരുമാനത്തിനേക്കാൾ എത്ര പെർസെന്റേജ് കുറവാണ്? സിയുടെ വരുമാനം എയുടെ വരുമാനത്തിനേക്കാൾ എത്ര ശതമാനം കുറവാണെന്ന് പറയുന്നു. ചോദ്യം സ്ഥിരം ചോദ്യം. ഇതാണ്ടേ, നമുക്ക് ഓരോ ആൾക്കാരെ അങ്ങോട്ട് സെറ്റ് ചെയ്യാം. ആരൊക്കെയാ ഉള്ളത്? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ശ്രദ്ധിച്ചു കേട്ടോണം. ഇതാണ്ടേ, എ ഉണ്ട്, അതേപോലെ ബി ഉണ്ട്, അതേപോലെ സി ഉണ്ട്. നിങ്ങൾ ഇതാണ്ടേ, ഞാൻ ഈ പറയുന്ന മതോട് ചെയ്തു നോക്കിക്കോ. ഇതാണ്ടേ, 25% എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ കുഞ്ഞുങ്ങളെ? എടാ, 25% എന്ന് പറഞ്ഞാൽ 25/100 അല്ലേ? 25% എന്ന് പറഞ്ഞാല് 25/100. 25/100 എന്ന് പറഞ്ഞാല് വെട്ടി ചെറുതാക്കുമ്പോൾ ഒരു 25 4 25 100 1/4 1/4 1/4. അപ്പോൾ 25% എന്ന് പറഞ്ഞാല് 1/4 അല്ലെങ്കിൽ കാലാണ്. 1/4 ആണ്. ചോദ്യകർത്താവ് പറയുന്നു എയുടെ വരുമാനം ബിയുടെ വരുമാനത്തിനേക്കാൾ, അപ്പോൾ 1/4 കണ്ടോ, ബിയുടെ വരുമാനത്തിനേക്കാൾ 25% കൂടുതലാണെന്ന് പറയുന്നു. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. സോ ഇവിടെ ശതമാന സംഖ്യ ഏതാ? 25%. അതായത് 1/4 അല്ലേ? അപ്പൊ നമുക്ക് ബിയുടെ ശമ്പളം 4 ആണെന്ന് എടുക്കാം. എടാ, ബിയുടെ ശമ്പളം 4 ആണെങ്കിൽ എക്ക് 1 കൂടുതലാ അല്ലേ? 1 കൂടുതൽ എന്ന് പറഞ്ഞാല് സ്വാഭാവികമായിട്ടും 5. സെറ്റാണോ? നോക്കി പറ, ഒന്നും കൂടെ പറയാം. അതായത് എയുടെ വരുമാനം എന്ന് പറയുന്നത് ബിയുടെ വരുമാനത്തിനേക്കാൾ 25% കൂടുതലാണ്. 25% എന്ന് പറഞ്ഞാൽ 1/4. അപ്പോൾ ബിയുടെ വരുമാനം 4 ആണെങ്കിൽ എടത് 1 കൂടുതൽ 25%. 4ന്റെ 25% എന്ന് പറഞ്ഞാൽ 1 കൂടുതൽ. 1 കൂടുതൽ എന്ന് പറഞ്ഞാല് എയുടെ വരുമാനം 5. ചോദ്യകർത്താവ് പറയുന്നു അടുത്ത സെന്റൻസില് എയുടെയും ബിയുടെയും വരുമാനങ്ങളുടെ തുക, എയുടെയും ബിയുടെയും വരുമാനങ്ങൾ എന്ന് പറഞ്ഞ 5 4, അതിന്റെ തുക എന്ന് പറയുന്നത്, എടാ കുഞ്ഞുങ്ങളെ, 5ഉം 4ഉം കൂടെ കൂട്ടിയാൽ 9 അല്ലേ? വരുമാനങ്ങളുടെ തുക, എയുടെയും ബിയുടെയും വരുമാനങ്ങളുടെ തുക, എയുടെയും ബിയുടെയും വരുമാനങ്ങൾ 5 4, 5ഉം 4ഉം കൂടെ കൂട്ടിയാൽ 9. അതിന്റെ 65% കുറവ്. 65% കുറവാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, 65% കുറവാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 35% അല്ലേ? അല്ലടാ, 65% കുറവ്. അപ്പൊ 100ന് 65 കുറച്ച എത്ര? 35. അപ്പോൾ 35% ആണ് എന്നങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു അല്ലേ? 65% കുറവ് എന്ന് പറയുന്നതിന് പകരം 35% ആണ് എന്നങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പൊ അങ്ങനാണെങ്കിൽ നോക്കിക്കോണേ, എയുടെ വരുമാനം 5, ബിയുടെ വരുമാനം 4, തുക 5 4 9. ആ 9ന്റെ 35% ആണ് സിയുടെ വരുമാനം എന്ന് പറയുന്നത്. ഒന്നും കൂടെ പിടിച്ചു. എയുടെ വരുമാനം നമ്മൾ 5 എന്നെടുത്തു, ബിയുടേത് 4 എന്നെടുത്തു, തുക എന്ന് പറയുന്നത് 5 4 9. അതിന്റെ 35% സിയുടെ വരുമാനം. 9ന്റെ 35%. വെട്ടി ചെറുതാക്കിക്കേ. വെട്ടി ചെറുതാക്കുമ്പോൾ ദാണ്ടെ ഇവിടെ ഇത് തമ്മില് ആണ്ടെ 25 100 7 5 35. 25 100ഉം 7 5 35. സ്വാഭാവികമായിട്ടും നമുക്ക് ഇവന്മാരുടെ റേഷ്യോ എടുക്കാൻ പോവാണ്, അംശബന്ധം എടുക്കാൻ പോവാ. അംശബന്ധമാണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇവിടെ താഴെ ഒരു 20 കടപ്പമില്ലേ? താഴെ ഒരു 20 കടപ്പം ഇല്ലടാ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അംശബന്ധം എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവന്മാരെ എല്ലാവരെയും അങ്ങ് 20 കൊണ്ട് ഗുണിക്കും. അംശബന്ധം എടുക്കുമ്പോൾ കുഴപ്പമില്ലല്ലോ. ഞാൻ അംശബന്ധമാണ് എടുത്തത്, റേഷ്യോ എടുക്കാൻ പോവാ. അപ്പൊ എല്ലാവരും അങ്ങ് 20 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ 20 × 5 100, 20 × 4 80. അതിനെ 20 കൊണ്ട് ഗുണിച്ചാൽ 20 പോയി 9 7 63 എന്ന് വരും. 9 7 63 എന്ന് വരും. ഇനി നിങ്ങൾ നോക്കിക്കോണേ, ഇതാണ്ടേ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഇൻകം ഓഫ് സി. സിയുടെ വരുമാനം എന്ന് പറയുന്നത്, സിയുടെ വരുമാനം എന്ന് പറയുന്നത്
അതായത് ഈ സാധനം എന്ന് പറയുന്നത് എയുടെ വരുമാനത്തിനേക്കാൾ എത്ര ശതമാനം കുറവാണെന്നാണ് ചോദ്യം. അപ്പോൾ എയുടെ വരുമാനം 100 സിയുടെ വരുമാനം 63 അതായത് 37 കുറവല്ലേ? അല്ലെങ്കിൽ തന്നെ 37% കുറവല്ലേ? കാരണം ഏടത് എന്ന് പറഞ്ഞ 100 എടുത്തത്. അപ്പൊ സ്വാഭാവികമായിട്ടും ശതമാനത്തിലേക്ക് മാറ്റാൻ ഇനി നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. 37 കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും 37% കുറവാണെന്ന് എഴുതി അവസാനിപ്പിക്കാം. പക്ഷേ ബിയുടെ വരുമാനത്തിനേക്കാൾ എത്ര ശതമാനം കുറവാണ് സിയുടെ വരുമാനം എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഈ സാധനത്തിനെ 100 എടുക്കണം. 80 എന്ന് പറയുന്നവനെ 100% എന്നെടുത്തുകൊണ്ട് 80 എന്ന് പറയുന്നവനെ 100% എന്നെടുത്തുകൊണ്ട് അതെ എത്ര കുറവാണ്? അതായത് 63, 73, 7, 80 ഒരു 17ന്റെ കുറവാണുള്ളത്. ആ 17 എന്ന് പറയുന്ന സംഖ്യ എത്ര ശതമാനം എന്ന് കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ എയുടെ വാല്യൂ 100 ആയതുകൊണ്ട് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഒരു 37ന്റെ കുറവാണ് അവിടെ സംഭവിച്ചത് എന്നെഴുതി. അത് 37% കാരണം ഇവിടെ എയുടെ വാല്യൂ 100 ആയതുകൊണ്ട് ഒറ്റയടിക്ക് ഉത്തരം 37% എന്ന് വൃത്തിയായിട്ട് എഴുതി അവസാനിപ്പിച്ചുകൊണ്ട് പോകാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ. ടൈം ആൻഡ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. സോ ടൈം ആൻഡ് വർക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നുണ്ട്. പക്ഷേ ഒരു കുഴപ്പിക്കുന്ന ചോദ്യങ്ങളിലേക്ക് പോകുന്നില്ല. അതാണ് മറ്റൊരു പ്രത്യേകത. നോക്കിയേ, എ കൺസ്ട്രക്ഷൻ സൈറ്റ്, അതായത് നിർമ്മാണത്തിലിരിക്കുന്ന ഒരു സൈറ്റിലെ 200 വർക്കേഴ്സ് വെയർ വർക്കിംഗ് ഓൺ എ ബിൽഡിംഗ്, അതായത് 200 പേരാണ് വർക്ക് ചെയ്യുന്നത്. വിച്ച് ഈസ് ഷെഡ്യൂൾഡ് ടു എൻഡ് വിത്തിൻ 250 days. അതായത് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 200 പേർക്ക് 250 ദിവസം കൊണ്ട് പൂർത്തിയാക്കാവുന്ന ഒരു ജോലിയാണുള്ളത്. ഒന്നും കൂടെ, എടാ 200 പേർക്ക് 250 ദിവസം കൊണ്ട് പൂർത്തിയാക്കാവുന്ന ഒരു ജോലിയാണുള്ളത്. 30 ദിവസം കഴിഞ്ഞപ്പോൾ വായിക്കേ, 30 ദിവസം കഴിഞ്ഞപ്പോൾ ഇനി വായിക്കണ്ട ഇനി നിങ്ങൾ ആരും വായിക്കണ്ട. 30 ദിവസം കഴിയുമ്പോൾ ആഫ്റ്റർ 30 days സ്വാഭാവികമായിട്ടും 30 ദിവസം കഴിയുമ്പോൾ ഇനി 220 ദിവസത്തേക്കുള്ള വർക്കല്ലേ ഉള്ളൂ? അല്ലടാ, 250 ദിവസത്തേക്കുള്ള വർക്കാണ് നമുക്ക് അസൈൻ ചെയ്ത് വെച്ചത്. 30 ദിവസം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി 220 ദിവസത്തേക്കുള്ള വർക്കല്ലേ ഉള്ളൂ. എത്ര പേരാണെങ്കിൽ? 200 പേരാണെങ്കിൽ. അതായത് 200 പേര് തന്നെ ഉണ്ടെങ്കിൽ ഒരു 220 ദിവസം കൂടി കഴിയുമ്പോൾ പരിപാടി തീരും ആണേ. ഈ സമയത്താണ് 20 വർക്കേഴ്സ് ലീവ് ദ ജോബ്. 20 പേര് പോയി മക്കളെ, 20 പേര് പോയി. എടാ കുഞ്ഞുങ്ങളെ, 20 പേര് പോയി അവിടുന്ന്. അപ്പൊ 20 പേര് പോയി എന്ന് പറഞ്ഞാൽ 200 പേരുണ്ടോ? ഇല്ല. എത്ര പേരേ ഉള്ളൂ? 180 പേരേ ഉള്ളൂ. 180 പേരാണെങ്കിൽ ദിവസങ്ങളുടെ എണ്ണം എത്ര? പിടി, ഇതാണ് ചോദ്യം. 20 വർക്കേഴ്സ് ലീവ് ദ ജോബ്. ഓക്കെ, ഹൗ മെനി മോർ ഡേയ്സ് വിൽ ഇറ്റ് ടേക്ക് ടു കംപ്ലീറ്റ് ദ വർക്ക് എന്നാണ് ചോദ്യം. അതായത് ആ 20 പേര് പോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള ജോലി ഇനി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാകും? എന്നാണ് ചോദ്യം. നമ്മള് ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ ക്ലാസ്സിൽ പഠിപ്പിച്ച സമയത്ത് ഞാൻ കുറെ ചെയിൻ റൂളുകൾ പഠിപ്പിച്ച ഓർമ്മയുണ്ടോ? M1D1 is equal to M2D2. ഓർമ്മയുണ്ടോടാ? M1D1 is equal to M2D2. M1D1 T1 is equal to M2D2 T2. ഓർമ്മയുണ്ടോ? E1D1 is equal to E2D2. M1D1 T1 by W1 is equal to M2D2 T2 by W2. അങ്ങനെ 4 ചെയിൻ റൂൾ പഠിപ്പിച്ച ഓർമ്മയുണ്ടോ? M1D1 is equal to M2D2. M1D1 T1 is equal to M2D2 T2. E1D1 is equal to E2D2.
M1 D1 T1 by W1 is equal to M2 D2 T2 by W2. ആ 4 ചെയിൻ റൂളിലെ ഒന്നാമത്തെ ചെയിൻ റൂൾ ഇവിടെ അപ്ലൈ ചെയ്യണം. ഒന്നാമത്തെ ചെയിൻ റൂൾ എന്ത് വരുന്നു? M1 D1 is equal to M2 D2. അതായത് 200 പേർക്ക് 220 ദിവസം കൊണ്ട് പൂർത്തീകരിക്കാവുന്ന ഒരു ജോലി 180 പേരാണെങ്കിൽ ദിവസങ്ങളുടെ എണ്ണം എത്ര? ആ പോയിന്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. ആ പോയിന്റിൽ, അതായത് ഇതാണ്ട് ഇവിടെ M1 D1 M2 D2. സോ M1ന്റെ വില 200, M1 200, D1 എത്ര? D1 220, M2 180, D2 ആണ് കണ്ടുപിടിക്കേണ്ടത്. M1 തന്നിട്ടുണ്ട്, D1 തന്നിട്ടുണ്ട്, M2 തന്നിട്ടുണ്ട്, D2 നിങ്ങൾ കണ്ടുപിടിക്കണം. സോ D2 അവിടെ നിൽക്കട്ടെ. ആ D2 കണ്ടുപിടിക്കാൻ എന്താണ്ടേ ഇവിടെ 200 × 220 കിടപ്പുണ്ട്. ഇവിടെ ഗുണിച്ചുകൊണ്ടിരിക്കുന്ന 180 പറഞ്ഞ് ഇപ്പുറത്ത് വിട്, ഡിവൈഡഡ് ബൈ 180 എന്ന് വരും. സോ വെട്ടിക്കോ ഇനി. ഇതാണ്ടേ 0 0 കട്ടായി ആണോ? ഇവിടെ പിള്ളേരെ 11 2 22, 9 2 18. ഇനി വെട്ടാൻ പറ്റുമോ? ഇല്ല. സോ മുകളിൽ 200 11, താഴെ 9. 200ഉം 11ഉം കൂടെ ഗുണിച്ചാൽ 11 2 22, 11 2 22, 11 2 22, 11 2 22, 2200. 2200നെ 9 കൊണ്ട് ഹരിച്ചാൽ ആൻസർ സെറ്റ്. 2200നെ 9 കൊണ്ട് ഹരിച്ചാൽ ആൻസർ റെഡി. 2200നെ 9 കൊണ്ട് ഹരിക്കാം. നമുക്ക് ഇങ്ങോട്ട് മാറ്റിയിട്ട് 2200നെ 9 കൊണ്ട് ഹരിക്കാം. 2 9 18, 2 9 18, ശിഷ്ടം 4, ഉത്തരത്തിന്റെ തുടക്കം 2. മക്കളെ, ഉത്തരത്തിന്റെ തുടക്കം 2. 2ൽ തുടങ്ങുന്ന ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. 245 സെറ്റ്. ഇത്ര ഉള്ളു പരിപാടി. 2ൽ തുടങ്ങുന്ന ഒരൊറ്റ ഉത്തരം മാത്രമല്ലേ അവിടെ കിടപ്പുള്ളൂ. ആൻസർ 245 എന്ന് എഴുതി അവസാനിപ്പിക്കുക. അപ്പൊ ഇതൊക്കെയാണ് 2025 നമ്മൾ ഗ്രൂപ്പ് ഡി പരീക്ഷ എഴുതിയപ്പോൾ ചില ഷിഫ്റ്റുകളിൽ ചോദിച്ച ഗ്രൂപ്പ് ഡി ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇതേ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ തുടർന്നും ഗ്രൂപ്പ് ഡി പരീക്ഷകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 2026 നിങ്ങൾ ഗ്രൂപ്പ് ഡി അല്ലെങ്കിൽ NTPC അല്ലെങ്കിൽ ലോക്കോ പൈലറ്റിന്റെ എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് ഇത്തരം ചോദ്യങ്ങളുടെ പാറ്റേൺ മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായിട്ടും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടോ ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്ന് സ്വയം വിശകലനം ചെയ്യുവാനും വേണ്ടിയാണ് നമ്മൾ 2025 ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് ചോദിച്ച ചില മാത്സിലെ ചോദ്യങ്ങൾ ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. തീർച്ചയായിട്ടും വരാൻ പോകുന്ന പരീക്ഷ എഴുതുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടും. പുതുതായിട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കറക്റ്റ് ട്രാക്ക് കിട്ടും. എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യത്തില് ഒരു ക്ലാരിറ്റി ഉണ്ടാവും. സോ ഇത്തരം സാധ്യതകളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വെച്ചതും അത് തന്നെയാണ്. സോ ആ ഒരു ഉദ്ദേശശുദ്ധി പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് വസ്തുത. അപ്പോൾ പുതിയ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഇത്തരം ചോദ്യങ്ങളുടെ കൃത്യമായ പാറ്റേൺ മനസ്സിലാക്കിയിട്ട് ലൈവ് ക്ലാസ്സുകളിൽ കൂടി കൂടുതൽ ചോദ്യങ്ങൾ കൃത്യമായിട്ട് പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിലെ നമ്മുടെ ആപ്പിനകത്ത് ഏറ്റവും പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും CC ലേണിംഗ് ആപ്പ് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ പറയുന്ന പരമാവധി ഫ്രീ കണ്ടന്റുകളും അതേപോലെ ക്ലാസ്സുകളും നിങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാവുന്നതാണ്. ഏറ്റവും പുതിയ ബാച്ചുകളിലേക്ക് അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സൺഡേസിലെ ഞായറാഴ്ചകളിലെ സ്ഥിരമായിട്ട് 2 മണിക്കൂർ ലൈവ് ക്ലാസ്സുകൾ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2025 വിവിധ NTPC ലോക്കോ പൈലറ്റ് അതേപോലെ തന്നെ ഗ്രൂപ്പ് ഡി പരീക്ഷകൾക്ക് ചോദിച്ചു പോയ എല്ലാ മാത്സ് റീസണിങ് ചോദ്യങ്ങളും തുടർന്ന് അങ്ങോട്ട് സയൻസ് ആണെങ്കിലും GK ആണെങ്കിലും കൃത്യമായിട്ട് നിങ്ങളെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുകയും ചെയ്യും. സോ ഇത്തരത്തിലെ എല്ലാ സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാവുന്നതാണ്. ഏറ്റവും പുതിയ ബാച്ചിൽ അഡ്മിഷൻ എടുത്തുകൊണ്ട് ആ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഏറ്റവും പുതിയ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇത്തരത്തിലെ
ഈ ഏറ്റവും 2025 നടന്നുപോയ RRB പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യങ്ങളുടെ പാറ്റേണും അത് PSC പരീക്ഷയുമായിട്ട് എത്രത്തോളം മാറി നിൽക്കുന്നു എന്നുള്ള വസ്തുതകളൊക്കെ മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. സോ അതുകൊണ്ട് ഒരു 6-7 മാസത്തിനുള്ളിലെ നമ്മുടെ ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് നമുക്ക് തീർച്ചയായിട്ടും മാത്സ്, റീസണിങ് പോലുള്ള വിഷയങ്ങളിൽ പരമാവധി മാർക്ക് സ്കോർ ചെയ്യുവാനും സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതേപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മൾ ഇടുന്ന പല വീഡിയോസും നിങ്ങൾക്ക് ആദ്യമേ കിട്ടുവാൻ അത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. മാത്രമല്ല ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ കൂടുതൽ പ്രൊവൈഡ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് ഡി പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കും റെയിൽവേ ഫോക്കസ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഒക്കെയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുവാൻ കൂടി അഭ്യർത്ഥിക്കുകയാണ്. സോ ഇതിന്റെ ബാക്കി ഭാഗവുമായിട്ട് നമുക്ക് തുടർച്ചയായിട്ട് അടുത്തടുത്ത സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. സോ നിങ്ങളുടെ എല്ലാ സജഷൻസും തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ബൈ.